Hi, good morning, my cute little butterflies. Good morning, Miss. ഇങ്ങനാണോ ഗുഡ് മോർണിംഗ് പറയാ? എഴുന്നേറ്റ് വെക്കൂല എല്ലാരും? Sorry, Miss. ഒന്നൊക്കെ പറഞ്ഞേ ഗുഡ് മോർണിംഗ് പറഞ്ഞേ. Good morning, Miss. Very good. Sit down. How are you all? Fine, thank you, Miss. എല്ലാരും ചായ ഒക്കെ കുടിച്ചിട്ട് വന്നതാണോ? Yes. നല്ല എനർജി ഉണ്ടോ? Yes. ഉണ്ടോ? Yes. എന്നാ ഒന്നുകൂടെ എഴുന്നേറ്റ് നിന്നേ നോക്കട്ടെ. ഒന്ന് ക്ലാപ്പ് ചെയ്തേ 5 times. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. ഓക്കെ, അപ്പൊ കുറച്ചും കൂടെ എനർജി കൂടിയോ? Yes. ഒന്ന് ജമ്പ് ചെയ്യണോ ഇനി? വേണ്ട, എന്നായിരുന്നു കേട്ടോ. Sit down. എന്തൊക്കെയാണ് എല്ലാരെയും വിശേഷങ്ങളൊക്കെ? എല്ലാരും എങ്ങനെയാ വന്നത് സ്കൂളിലേക്ക്? ബസ്സിലോ? പിന്നെ എങ്ങനെയാ, വേറെ ആരെങ്ങനെയാ വന്നത്? എല്ലാരും ബസ്സിലാണോ വന്നത്? ഓട്ടോയില്. ആരെയും അച്ഛനും അമ്മയൊന്നും കൊണ്ടാക്കിയില്ലേ ഇന്ന്? ആണോ? അപ്പൊ നമ്മളെല്ലാരും ഇന്ന് പഠിക്കാൻ വേണ്ടിട്ട് കളിക്കാനും പഠിക്കാനൊക്കെ സ്കൂളിലേക്ക് വന്നതാണല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു പഠിച്ചത്? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മൾ അതിന് മുമ്പ് ഒരു അക്ഷരം പഠിച്ചല്ലോ. ഓ പഠിച്ചില്ലായിരുന്നു നമ്മള്? ഓ അക്ഷരം പഠിച്ചത് ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഓ വെച്ചിട്ട് ഏതൊക്കെ വാക്കാ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അന്ന്? ഓ വെച്ചിട്ടോ? ഓ വെച്ചിട്ട് നമ്മൾ എന്താ പഠിച്ച്? ഒച്ച പഠിച്ചു. പിന്നെയോ? ഒട്ടകം. ഒട്ടകം പഠിച്ചു. പിന്നെയോ? ഒന്ന്. നമ്മള് കഴിഞ്ഞ ദിവസം ഓ വെച്ചിട്ട് ഒട്ടകം പഠിച്ചു, ഒച്ച പഠിച്ചു, ഒന്ന് പഠിച്ചല്ലേ? അതെല്ലാരും വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കിയോ? എഴുതി നോക്കിയോ? വേറെ എവിടേക്കാ ഓ കാണുന്നത്? നിങ്ങൾ ബുക്കൊക്കെ മറിച്ച് നോക്കിയപ്പോ ഓ കണ്ടോ? വേറെ എവിടെയെങ്കിലും ഒക്കെ കണ്ടോ? എവിടെ കണ്ടില്ലേ? കണ്ടല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് പുതിയൊരു അക്ഷരം പഠിക്കാട്ടോ. റെഡിയാണോ എല്ലാരും പഠിക്കാൻ? എന്നാ കുറച്ച് സാധനം ആദ്യം മാം ഒരു കഥ പറഞ്ഞുതരാം. ഒരു ദിവസം ഒരു ഓന്തിനെ കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ? ഓന്തിനെ കണ്ടിട്ടില്ലേ? ഓന്തിനെ ഞാൻ കാണിച്ചു തരാട്ടോ. എന്നാല് ഇതാണ് ഓന്ത്. ഇതെന്താണ്? ഓന്ത് അല്ലേ? ഇതിനെവിടെ കണ്ടിട്ടില്ലേ? ഇതിന് ഈ കളർ മാത്രല്ല എപ്പോഴും ഉണ്ടാവുക. ചിലപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില സമയത്ത് വേറെ വേറെ കളറിലാണ് ഇത് ഉണ്ടാവുക. ഇതിനുള്ളൊരു കഴിവാണ്, ഓന്തിനുള്ളൊരു കഴിവാണ് എന്ത്? നിറം മാറാനുള്ളൊരു കഴിവാണ് ഓന്തിനുള്ളത്. ഈ ഒരു ഓന്ത് ഒരു ദിവസം ഒരു ഓലയിൽ ഇരുന്ന് ഇങ്ങനെ ഊഞ്ഞാലാടുമായിരുന്നു. എവിടെ ഇരുന്നിട്ട് ഊഞ്ഞാലാടുക? ഓലയിൽ ഇരുന്ന് ഊഞ്ഞാലാടുമായിരുന്നേ. അപ്പോ മുകളിൽ നിന്നൊരു പരുന്ത് ഈ ഓന്തിനെ നോക്കി എന്താക്കാൻ വന്നു? കൊത്താൻ വേണ്ടിട്ട് പറന്ന് താഴോട്ട് വന്നു. പറന്ന് താഴോട്ട് വരുന്നത് ആര് കണ്ടു? ഓന്ത് കണ്ടു. ഓന്ത് എന്ത് വിചാരിച്ചു? ഓന്തിനൊരു പേടിയും തോന്നില്ല. കാരണം ഓന്തിനൊരു കഴിവുണ്ട്. എന്ത് കഴിവുണ്ട്? നിറം മാറാനുള്ള കഴിവുണ്ട് അല്ലേ? അപ്പൊ ഓന്ത് എന്ത് ചെയ്ത്? മഞ്ഞ നിറത്തിലായിരുന്നു ഓന്ത് ഉണ്ടായിരുന്നത്. അപ്പൊ പരുന്ത് വരുന്നത് കണ്ട് ഓന്ത് വേഗം പച്ച നിറത്തിലേക്ക് മെല്ലെ കളറ് മാറി. അപ്പൊ പരുന്ത് എന്തായി? പറന്ന് താഴോട്ട് വന്നപ്പോ ഓന്തിനെ കാണാനില്ല. ഓന്ത് നിറം മാറിപ്പോയില്ലേ? അപ്പൊ ഓന്തിനെ കാണാതെ പരുന്ത് എന്തായി? തിരിച്ച് പറന്നു പോയി. അപ്പൊ നമ്മളിപ്പോ ഓന്തിനെ കുറിച്ചാണല്ലേ പറഞ്ഞത് അല്ലേ? ഓന്തിനുള്ള കഴിവ് എന്താന്നാ പറഞ്ഞത്? നിറം മാറാനുള്ള കഴിവാണല്ലേ? അപ്പൊ മാം ഒന്ന് വേറെ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരേ. എന്താന്ന് പറഞ്ഞു തരണേ. ഇതെന്താണ്? ഓല. ഓല കണ്ടിട്ടുണ്ടോ? ഓല വീട്ടിലുണ്ടോ? ഇതുകൊണ്ട് ആരൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ? ഇതുകൊണ്ട് ഓലനോട് ആണോ? നാളെ ഓലനോട് ഉണ്ടാക്കാൻ അറിയുന്ന സാധനം എന്താ ഉണ്ടാക്കി കൊണ്ടുവരണേ ക്ലാസ്സില്? ഇതാരായിരുന്നു? ഓന്ത്. ഇതെന്താ? നമ്മള് ഓണം അറിയൂലേ? നമ്മൾ കഴിഞ്ഞ ദിവസം ഓണം കഴിച്ചില്ലായിരുന്നോ? എന്താ നമ്മൾ കഴിച്ചത് ഓണത്തിന്റെ അന്ന്? സദ്യ. വേറെ എന്തൊക്കെയാ നമ്മൾ ചെയ്തത് ഓണത്തിന്? പൂക്കളിട്ടല്ലേ? എല്ലാരും പൂക്കളിട്ടു, ഫോട്ടോ എടുത്തു, സദ്യ കഴിച്ചു, ഊഞ്ഞാലാടി. ഓണത്തിന് നമ്മള് ഊഞ്ഞാലാടി, പൂക്കളം ഇട്ടു, സദ്യ കഴിച്ചു. അപ്പൊ ആരും ഓണം മറന്നു പോയിട്ടില്ലല്ലോ. ഇതെന്താ?
ആരാ ചിരിക്കുന്നത്? ആരാ ഗ്ലാസ്സിൽ കച്ചറ ഉണ്ടാക്കുന്നത്? ഇതെന്താണ്? ഓട്. ഓട് കണ്ടിട്ടുണ്ടോ? എവിടെ ഇട് ഓട്? വീടിന്റെ മുകളിൽ അല്ലേ? നമ്മളൊക്കെ പണ്ട്, ഇപ്പൊ നമ്മളെ വീട്ടിലൊന്നും ചിലപ്പോ ഓടുണ്ടാവില്ല. പണ്ടൊക്കെ നമ്മള് ആണോ? ആണോ? ആ, നല്ല രസല്ലേ ഓടിട്ട വീട്ടില്? നല്ല തണുപ്പാല്ലേ? ആ, അപ്പൊ ഓടറിയാം. ഓണത്തിന് നമ്മൾ വന്നിട്ടുണ്ട്. ഓന്തിനെ കണ്ടിട്ടുണ്ട്. ഓലയോട് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി? തത്തേനുണ്ടാക്കി. ആ ആ ആ ആണോ? നാളെ എത്ര എണ്ണം? നാളെ എന്തൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും നിങ്ങളെ? ഓ, ഉമ്മച്ചി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കണ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരണം. അപ്പൊ പഠിക്കൂലേ? എന്നിട്ട് പൊട്ടിച്ചു വെക്കട്ടെ. കാണുന്നുണ്ടോ ബോർഡിലേക്ക്? അപ്പൊ ആരൊക്കെയാ നമ്മൾ ഇന്ന് കണ്ടത്? എന്തോ? ഓന്തിനെ കണ്ടു. ഓട് അല്ലേ? ഈ മാം ഇപ്പൊ അവിടെ ഒട്ടിച്ചേലേ എന്തെങ്കിലും സാമ്യം എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ വെച്ചത് എന്താണ്? ഓല, ഓന്ത്, ഓണം, ഓട് അല്ലേ? അതിലെന്തെങ്കിലും സാമ്യം ഉണ്ടോ? ആണോ? ഈ ഫസ്റ്റത്തെ അക്ഷരങ്ങള് ഒരുപോലെ തോന്നുന്നുണ്ട് അല്ലേ? ഈ അക്ഷരങ്ങളല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഓ പഠിച്ചില്ലായിരുന്നോ? എങ്ങനെയായിരുന്നു ഓ എഴുതിയത്? നമ്മള് എങ്ങനെയാ എഴുതിയിരുന്നത്? ആ, നമ്മള് രാ എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മളെങ്ങനെ തിരിച്ച് ഇങ്ങനെ എഴുതി പകുതി വരെ എത്തിയിട്ട് എന്ത് ചെയ്തു? ഒരു കേർവ് ഇട്ട് കൊടുത്തല്ലേ? ഓ പഠിച്ചില്ലായിരുന്നോ? ആ, അപ്പം നമ്മൾ ഓ പഠിച്ചതിന് ഒരു നീട്ടാനുള്ള ചിഹ്നം നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ ചിഹ്നം കൂടി ഇട്ട് കൊടുത്താൽ എന്താവും? നമ്മൾ ഇന്ന് പഠിക്കുന്ന പുതിയ അക്ഷരാവും. എന്താണ് ആ അക്ഷരം? ഓ. പറഞ്ഞേ. ഓ. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ഓ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഓല, ഓന്ത്, ഓണം, ഓട്. ആ, ഇനി അത് വെച്ചിട്ട് ഒരു പാട്ട് പാടിത്തരേ. ഇന്ന് കൂടെ പാടുവോ? ഓടിൻ മുകളിലെ ഓലപ്പീലി ഓന്തിരിക്കും ഊഞ്ഞാല്. ഓണം വന്നാൽ ആടി രസിക്കാൻ ഓന്തിന് കിട്ടിയ ഊഞ്ഞാല്. ആ, ഓ വെച്ചിട്ട് നമ്മളിപ്പോ എന്ത് പഠിച്ചു? ഒരു പാട്ടും കൂടെ പഠിച്ചില്ലേ? 2 വട്ടം കൂടെ മാം പാടിത്തരും. അപ്പൊ നാളെ പാടിത്തരണേ. നമുക്ക് എങ്ങനെയാണ് ഓ എഴുതാന്ന് പഠിച്ചാലോ? റെഡിയാണോ? നമ്മൾ എങ്ങനെ ഓ എഴുതാൻ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ? രാ തിരിച്ച് ഫുള്ളാക്കണോ? വേണ്ട. എന്നിട്ട് കൂടെ ഒരു കേർവ് കൊടുക്കല്ലേ? ഇന്ന് അതിന്റെ കൂടെ എന്ത് ചിഹ്നം കൊടുക്കണം? ആടെ ചിഹ്നം കൊടുക്കുമ്പോ ഏതക്ഷരായി? ഓ. ഏതക്ഷരായി? ഓ. ഒന്നും കൂടെ എഴുതി നോക്കിയാലോ? ഒന്ന് പറഞ്ഞേ. ആദ്യം ഒരു രാ തിരിച്ച് ഒരു കേർവും കൂടെ കൊടുത്ത് ആയുടെ ചിഹ്നം കൊടുക്കുമ്പോ പുതിയ അക്ഷരമായ ഓ ആയി. നമുക്ക് കോപ്പിയിൽ എങ്ങനെയാ ഓ എഴുതാൻ നോക്കിയാലോ? കോപ്പിയിൽ എത്ര വരെ ഉണ്ടാവും? അപ്പൊ നമുക്ക് ഓ എഴുതി നോക്കാല്ലേ? എങ്ങനെയാ? ഒരു രായുടെ തിരിച്ചിട്ട് പകുതിയാക്കിയിട്ട് കൂടെ ഒരു കേർവും കൂടെ കൊടുത്ത് ആയുടെ ചിഹ്നം ഇട്ടപ്പോ ഏതക്ഷരായി? ഓ. പഠിച്ചോ? എന്നാ എല്ലാരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നമുക്ക് ആ പാട്ട് ഒന്നും കൂടെ പാടിയാലോ? ഉറക്കെ പാടണേ. ഓടിൻ മുകളിലെ ഓലപ്പീലി ഓന്തിരിക്കും ഊഞ്ഞാല്. ഓണം വന്നാൽ ആടി രസിക്കാൻ
ആർക്ക് കിട്ടിയ ഊഞ്ഞാലോ? കിട്ടിയ ഊഞ്ഞാലേ. എല്ലാരും പഠിച്ചല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു? ഇന്നത്തെ അക്ഷരം ഏതാ നമ്മൾ പഠിച്ചത്? ഓ, ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ ക്ലാസ്? അന്ന് നാളത്തേക്ക് ഓ പഠിച്ചിട്ട് വരണേ. ഓലക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ, ഓലക്കുള്ള സാധനം ഉണ്ടാക്കണം. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? എല്ലാരും ഒന്ന് കൈ കാണിച്ച് എങ്ങനെ എടുത്തേ? നമുക്കൊന്ന് എന്ത് ചെയ്യാ? പാം റൈറ്റിംഗ് ചെയ്ത് നോക്കാം അല്ലേ? എങ്ങനെ നമ്മൾ ഓ എഴുതിയത്? ഒരു കുഞ്ഞ് ആ കൊടുത്ത് അതിനോട് കൂടെ ഒരു കർവും കൂടെ കൊടുത്ത് എന്തിന്റെ ചിഹ്നം ഇട്ടു? ആടെ ചിഹ്നം ഇട്ടപ്പോ ഏതക്ഷരായി? ഓ. എന്നൊന്ന് എയർ റൈറ്റിംഗ് ചെയ്ത് നോക്കിക്കേ. എങ്ങനെ എയർ റൈറ്റിംഗ് ചെയ്യുമ്പം കുറച്ച് ചെരിഞ്ഞ് നിന്നിട്ട് നമ്മൾ എഴുതണം കേട്ടോ. ആദ്യം ഒരു രായുടെ തിരിച്ചിങ്ങനെ ഇട്ട് ഒരു കർവ് കൊടുത്ത് ആയുടെ ചിഹ്നം കൊടുത്ത് അപ്പൊ ഏതക്ഷരം കിട്ടി? ഓ. മനസ്സിലായോ? നാളെ എല്ലാരും സ്ലേറ്റിൽ ഓ എഴുതിട്ട് വരണം. ഓക്കെ ഓക്കെ, എന്നാ ഇന്ന് മിസ് പോട്ടെ. താങ്ക് യു. നാളെ വരാട്ടോ. Thank you, miss. താങ്ക് യു.